ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. പോരൂർ കോട്ടേക്കോട് കുന്നിൽ വീണ്ടും വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ജനവാസ മേഖലയായ ഐശ്വര്യപ്പറമ്പിൽ സാമൂഹ്യവിരുദ്ധർ വ്യാപകമായി മാലിന്യം നിക്ഷേപിച്ചത്. പ്രദേശത്ത് കടുത്ത ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോരൂർ കൊട്ടേക്കോട് കുന്ന് ഐശ്വര്യപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കക്കൂസ് മാലിന്യം തള്ളിയത്. രാവിലെ പ്രദേശമാകെ കടുത്ത ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ജനങ്ങളേറെ താമസിക്കുന്ന ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ പുറത്തുനിന്നുള്ള വാഹനങ്ങളിലെത്തിച്ച് മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. രാത്രികാല പരിശോധനകൾ കർശനമാക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് വാർഡംഗം പി ജുൽഫീന പറഞ്ഞു. വാർഡ് 12 ചെറുകോട് ഐശ്വര്യപ്പറമ്പ് ഭാഗത്ത് കഴിഞ്ഞ ഫെബ്രുവരി 13 ഇത് ഒരു പ്രാവശ്യം ആവർത്തിച്ചതാണ്. അന്ന് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തതാണ്. ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സംഭവം അറിഞ്ഞ് പോരൂർ പഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി പരിസരം താൽക്കാലികമായി വൃത്തിയാക്കി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത വ്യക്തമാക്കി. പോരൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ് ചെറുകോട് ഐശ്വര്യപ്പറമ്പ് എന്ന ഈ പ്രദേശത്ത് 2ാം തവണയാണ് സാമൂഹ്യവിരുദ്ധര് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിന് നമ്മൾ സ്റ്റേഷനിൽ ഒരു തവണ പരാതി കൊടുത്തതാണ്. വീണ്ടും സാമൂഹ്യവിരുദ്ധർ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തക്കതായ നിയമ നടപടികൾ ആവശ്യമാണ്. നാട്ടുകാർക്കും അതേപോലെ തന്നെ ഇതിലുള്ള യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സംഭവം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ മഴേൻ്റെ സാഹചര്യത്തിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് കർശനമായ നിയമ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെയും ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെതും പിന്നെ വാർഡ് മെമ്പറുണ്ട് അവരെല്ലാവരുടെയും കൂട്ടായ തീരുമാനം. പഞ്ചായത്തിലും അതേപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.